ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. UDFന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ സജീവ ചർച്ചകളുമായി മുസ്ലിം ലീഗ്. കുഞ്ഞാലിക്കുട്ടിയുടെ പേരാണ് ഒടുവിൽ സജീവമായി പരിഗണിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിൽ കേന്ദ്രമന്ത്രി സ്ഥാനമാണ് കുഞ്ഞാലിക്കുട്ടി ലക്ഷ്യമിടുന്നത്. PMA സലാമും MK മുനീറും പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നു. VS രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, നേരത്തെ തന്നെ അത്തരം അഭ്യൂഹങ്ങൾ വളരെ ശക്തമായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ രാജ്യസഭയിലേക്ക് പോയേക്കാം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന പക്ഷം മന്ത്രിയാകാനുള്ള സാധ്യത തെളിയും. തീർച്ചയായും മുസ്ലിം ലീഗിനൊരു മന്ത്രി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയെ മോഹിക്കുന്നതിലും തെറ്റില്ല. കാര്യം പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയിലേക്കാണോ കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്? VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, PK കുഞ്ഞാലിക്കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ജൂൺ 4 എന്ന് നമുക്കറിയാം. ഈ റിസൾട്ടാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താനുള്ള ഒരു നേരിയ സാധ്യത പലയിടങ്ങളിലും പറഞ്ഞു കേൾക്കുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ലീഗിനൊരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. നിലവിലുള്ള 2 MP-മാർ ET മുഹമ്മദ് ബഷീറും സമദാനിയും ഒക്കെ ആയിരിക്കാം ജയിക്കുകയാണെങ്കിൽ. അപ്പോൾ അവരിൽ നിന്ന് കേന്ദ്രമന്ത്രിയെ കണ്ടെത്തുന്നതിനേക്കാൾ മറ്റൊരാളെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കണക്കുകൂട്ടൽ. അതിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ പരിചയസമ്പന്നതയും മുസ്ലിം ലീഗിൻ്റെ മുഖവും ഒക്കെ ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിക്കാനുള്ളൊരു സാധ്യതയാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ പരിഗണിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്കും അതിൽ താല്പര്യമുണ്ട്. UDF നേതാക്കൾക്ക് UDFിൻ്റെ നേതാക്കളുമായി ഇക്കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു രൂപം പുറത്തു വരണമെങ്കിൽ ജൂൺ 4 ഫലം കൂടി പുറത്തു വരണം. നേരത്തെ തുടക്കത്തിൽ PMA സലാമിന് ഈ സീറ്റ് നൽകുന്നതിനെക്കുറിച്ചും അതുപോലെ MK മുനീറിന് സീറ്റ് നൽകുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ആ പട്ടികയിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി കൂടി എത്തിയിരിക്കുന്നു. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി ഈ സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ അവിടെ ജൂൺ 4 റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ ലീഗിൻ്റെ കണക്കൂട്ടലനുസരിച്ച് നേരിയ ഒരു അവസരം സാധ്യത ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നവർ കണക്കുകൂട്ടുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് ലീഗിൻ്റെ കേന്ദ്രമന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഈ PMA സലാമിൻ്റെയും MK മുനീറിൻ്റെയൊക്കെ പേര് പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അധികാരത്തിലെത്തുന്ന പക്ഷം PK കുഞ്ഞാലിക്കുട്ടി പോകും. ഇനി കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി മാറി നിൽക്കും, മറ്റുള്ളവർക്ക് നറുക്ക് വീഴാനാണ് സാധ്യത, അല്ലേ? തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയല്ല അധികാരത്തിലെത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി മാറി നിൽക്കും. അങ്ങനെയാവുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയായിട്ട് PMA സലാം വരാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. മറുപക്ഷം MK മുനീറിൻ്റെ പേര് ഉയർത്തി കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രാജ്യസഭയിൽ അവസരം കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ചാതുരിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹവും അതുതന്നെയാണ് എന്നാണ് MK മുനീറിനൊപ്പമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ അത് MK മുനീറിൻ്റെ പേരും പരിഗണനയിലുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് സജീവമായി പരിഗണിച്ചു. അദ്ദേഹം ഇനി മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനിയായി PMA സലാം തന്നെ വരും എന്നുള്ളതാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്.